Hello dear students, I am giving one more class. Neutrality of money. Neutrality of money is related to classical dichotomy. Okay. Before classical one important topic is the classical dichotomy. Before entering to classical dichotomy, you should know what is neutrality of money. Okay, what is money may be neutral and non-neutral. Neutrality of money is the assumption of classical, or it is an idea of classical economics. Non-neutrality of money is the idea of Keynesian economics. Keynesian economics and post-Keynesian economists believed money is not neutral. That is non-neutrality of money. But classicals believe that money is neutral. പണം ന്യൂട്രലാണ് എന്ന് അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രാലിറ്റി ഓഫ് മണി ഈസ് റിലേറ്റഡ് ടു classical dichotomy. Classical dichotomy is there, one theory is there, that I will teach you later. Okay, it means that what is mean by neutrality of money? Neutrality of money means that any changes in money supply will not merely change in the money price level without changing the relative prices or the rate of interest. അപ്പോൾ പണത്തിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ, മണി സപ്ലൈയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് പ്രൈസ് ലെവലിനെ മാത്രമേ ബാധിക്കൂ, അല്ലെങ്കിൽ പ്രൈസ് ലെവലിനെ ബാധിക്കൂ. റിയൽ വേരിയബിൾസ്, ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, അതിനൊരിക്കലും അത് സ്വാധീനിക്കില്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ന്യൂട്രാലിറ്റി ഓഫ് മണി. Any changes in money supply will only change the price level. Okay, without changing the relative prices or interest rate. എങ്കിൽ റിലേറ്റീവ് പ്രൈസസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ റിയൽ ഫാക്ടേഴ്സാണ്. ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്പുട്ട്. ഓക്കെ, അതിനൊന്നും ഒരിക്കലും അതിനെ സ്വാധീനിക്കില്ല. അപ്പോൾ മണി സപ്ലൈയിലുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി ഒരു എക്കോണമിയിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് ഓൺലി ദ പ്രൈസ് ലെവൽ. ദാറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി റിയൽ വേരിയബിൾ. that price level, money supply will not influence the income, employment, output, etc. That influence only the price level. That concept is called neutrality of money. Money is neutral. Okay, it implies that the central bank does not affect the real economy. എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് മണിയിൽ മാറ്റം വരുത്തി ഒരിക്കലും സെൻട്രൽ ബാങ്കിന് ഒരു രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ്, ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര ഇതിനൊന്നും, ഈ ഫാക്ടേഴ്സിനൊന്നും സ്വാധീനിക്കാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ബാങ്ക് വിചാരിക്കുകയാണ് കുറേ നോട്ട് പ്രിൻ്റ് ചെയ്യാമെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നോട്ട് പിൻവലിക്കുക എന്ന് അസ്യൂം. അതൊരിക്കലും ഈ ക്ലാസിക്കൽസ് ബിലീവ് ചെയ്തത് അങ്ങനെ ചെയ്താൽ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ പണപരമായിട്ടുള്ള എന്ത് മാറ്റം എക്കോണമിയിൽ കൊണ്ടുവന്നാലും അതൊരിക്കലും എംപ്ലോയ്മെൻറ്റ്, ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് സ്വാധീനിക്കില്ല. ഓക്കെ, ഇൻസ്റ്റഡ് any increase in the supply of money would be offset by the equal rise in the price level and wage. അത് പണപ്പെരുപ്പം ഉണ്ടാക്കും, അതുപോലെ വേജ് റേറ്റ് കൂടും ചെയ്യും. ഈ രണ്ട് കാര്യം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ സപ്ലൈ ഓഫ് മണി സപ്ലൈ ഓഫ് മണിയിലെ സപ്ലൈ ഓഫ് മണി ചേഞ്ച് വരുത്തിയാൽ അത് എക്കണോമിയിൽ പ്രൈസ് ലെവലിൽ മാറ്റം വരും, അതുപോലെ വേജ് റേറ്റിലും മാറ്റം വരും. ഓക്കെ, ആൾട്ടർനേറ്റീവ്ലി ന്യൂട്രാലിറ്റി ഓഫ് മണി ഈസ് ദ ഐഡിയ ദാറ്റ് എ ചേഞ്ച് ഇൻ ദ സ്റ്റോക്ക് ഓഫ് മണി affects only the nominal variables such as prices, wages and exchange rate. അപ്പോൾ ഈ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്, നമ്മൾ എക്കണോമിയിലെ സ്റ്റോക്ക് ഓഫ് മണിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് നോമിനൽ വേരിയബിൾസിനെയാണ് ബാധിക്കുക. എങ്ങനത്തെ നോമിനൽ വേരിയബിൾസ്? പ്രൈസസ്, വേജസ്, എക്സ്ചേഞ്ച് റേറ്റ്, എക്സെട്ര, വിത്ത് നോ ഇഫക്റ്റ് ഓൺ റിയൽ വേരിയബിൾസ്. ദാറ്റ് മീൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് വേരിയബിൾസിനാണ് റിയൽ വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, സച്ച് ആസ് എംപ്ലോയ്മെൻറ്റ്, GDP, കൺസംഷൻ, എക്സെട്ര, ഇതിനൊരിക്കലും ബാധിക്കില്ല. അപ്പോൾ സപ്ലൈ ഓഫ് മണിയിൽ മാറ്റം വരുത്തിയാൽ അത് പ്രൈസ് ലെവലിനെ മാത്രമേ ബാധിക്കൂ,
റിയൽ വേരിയബിൾസ് ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, കൺസംഷൻ ഒന്നും അത് ബാധിക്കില്ല എന്നാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.